ആൽക്കമി ഓഫ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു ഓഫറുമായിട്ടാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഏത് റോസ് പ്ലാന്റ് എടുത്താലും ഈ പ്രാവശ്യം നമ്മൾ 130 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മിനിമം 5 എണ്ണെങ്കിലും വാങ്ങിക്കണേ. 5 റോസ് പ്ലാന്റ് എടുക്കുന്നവർക്കാണ് 130 രൂപയ്ക്ക് ഇപ്രാവശ്യം നമ്മൾ റോസ് പ്ലാന്റ് കൊടുക്കുന്നത്. അപ്പം ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ റോസ് പ്ലാന്റുകളും 5 ലിറ്റർ കവറിനകത്തുള്ളതാണ്. അതായത് തണ്ടൊക്കെ നല്ല രീതിയിൽ മൂപ്പായ റോസ് പ്ലാന്റുകളാണ്. നല്ല തണ്ട് കെട്ടിയുണ്ട്. കാരണം ഇളം തണ്ടുള്ള ചെടികൾ വെച്ചാൽ പിടിച്ച് കിട്ടാൻ പാടാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇളം തണ്ടുള്ള ചെടികളല്ല, എല്ലാം തന്നെ നല്ല കമ്പിന് കട്ടിയുള്ള ചെടികളാണ് കേട്ടോ. എല്ലാം തന്നെ പുതിയ മുളകൾ വരാനായിട്ട് ആയിട്ടിരിക്കുന്നതാണ്. അത് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. തണ്ടിൽ നിന്നും പുതിയ ബഡ്സ് ഒരു വെള്ള കളറിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരം പ്ലാന്റുകളാണ് നമ്മളെല്ലാം തന്നെ കൊടുക്കുന്നത്. അപ്പം ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തേക്കുക. ഇളം തണ്ടുള്ള ചെറിയ റോസ് പ്ലാന്റുകൾ വാങ്ങിച്ച് വെച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിടിച്ച് കിട്ടണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിന് തണ്ടിന് പുതിയ ബഡ്സ് ഉണ്ടാകാനുള്ള നോട്ട്സ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. പുതിയ ബഡ്സ് വരണമെങ്കിൽ ഇലകൾ തമ്മിലുള്ള അകലം കൂടുകയും പുതിയ നോട്ട്സ് ഉണ്ടാവുകയും ചെയ്യണം. അപ്പം ഇലകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ പുതിയ നോഡുകൾ ഉണ്ടാവില്ല. ചെടികൾ പുതിയ തളിർപ്പുകൾ ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരുവിധം നല്ല രീതിയിൽ മൂത്ത കമ്പുകളുള്ള റോസ് പ്ലാന്റുകളാണ് വാങ്ങിക്കേണ്ടത്. അത്തരം റോസ് പ്ലാന്റുകളെല്ലാം തന്നെ നമ്മുടെ 5 ലിറ്റർ കവറിനകത്താണ് വരുന്നത്. നമ്മുടെ 8 ഇഞ്ച് ആ വലിപ്പത്തിലുള്ള പോട്ട്, 10 ഇഞ്ച് വലിപ്പത്തിലുള്ള പോട്ടുകൾ, നമ്മുടെ നഴ്സറി പോട്ടുകൾ അറിയാമല്ലോ. ചെറിയ ചട്ടികളല്ല, അത്യാവശ്യം വലിയ 8 ഇഞ്ച് പോട്ടൊക്കെ, വലിയ റോസ് പ്ലാന്റുകൾ, ആ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മളിപ്പം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വേണ്ടവർ ആവശ്യമുള്ള റോസുകൾ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ ഇട്ടേക്കുന്ന റോസ് വീഡിയോയിലെ ഏതെങ്കിലും റോസ് പ്ലാന്റ് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി. ഇനി അഥവാ അറിയത്തില്ലാത്തവർക്ക് ഞാൻ എന്നോട് വന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റലോഗോ പിക്ചേഴ്സോ ഇട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യണേ. വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പം ഇനി നമ്മൾ പറയാനുള്ളത്, ഒത്തിരി പേര് എന്നോട് ഡൗട്ട് ചെയ്യുന്നൊരു കാര്യമാണ് റോസ് പ്ലാന്റുകൾ പിടിച്ച് കിട്ടണമെങ്കിൽ പോട്ടിംഗ് മിക്സിൻ്റെ കാര്യം. നമ്മൾ തയ്യാറാക്കുന്ന പോട്ടിംഗ് മിക്സ് എല്ലാം എപ്പോഴും മണൽ കൂടുതലുള്ളതായിരിക്കണേ. മണൽ കൂടുതലുള്ള ഉണ്ടായാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളവും സൂര്യപ്രകാശവും പോലെ തന്നെ ചെടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് മണ്ണിനകത്തുള്ള വായുസഞ്ചാരവും. ഏത് ചെടിയായാലും നല്ല വായുസഞ്ചാരമുള്ള മണ്ണിനകത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിൻ്റെ റൂട്ടുകൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അതായത് നല്ല വേരോട്ടം ഉണ്ടായിരിക്കും. വേരുകൾ നല്ല രീതിയിൽ നീളും. വേരിൻ്റെ ആ വെളുത്ത അറ്റമാണ് നമുക്ക് ചെടികൾക്ക് വളരാൻ ആവശ്യമായത്. അപ്പോൾ ആ വെളുത്ത ഭാഗത്തിന് നല്ല നീളം വെക്കും. അപ്പം നല്ല രീതിയിൽ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാനായിട്ട് അതിന് സാധിക്കും. അങ്ങനെ വേരോട്ടമുള്ള ചെടികൾക്ക് മാത്രമേ ഉള്ളൂ പുതിയ തളിരുകളും വരികയും നല്ല രീതിയിൽ ഇലകളും ബ്രാഞ്ചസും ഉണ്ടാവത്തുള്ളൂ. ബുഷിയായിട്ട് പ്ലാന്റ് നിൽക്കത്തുള്ളൂ. എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ബുഷി ആവണേ പ്രൂൺ ചെയ്യണമെന്ന്. പക്ഷെ പ്രൂൺ ചെയ്ത് അതിനിടയ്ക്കൂടിയുള്ള നോഡിൽ നിന്ന് മാത്രം പുതിയ ബ്രാഞ്ചസ് ഉണ്ടായതുകൊണ്ട് ആവില്ല. അങ്ങനെ ബ്രാഞ്ചസ് നല്ല രീതിയിൽ പെട്ടെന്ന് വളരണമെങ്കിൽ പ്രൂൺ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വേരിന് നല്ല രീതിയിൽ വേരോട്ടം ലഭിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വായുസഞ്ചാരം അത്യാവശ്യമാണ്. വെള്ളവും സൂര്യപ്രകാശവും പോലെ തന്നെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വായുസഞ്ചാരവും. അപ്പോൾ വായുസഞ്ചാരം കുറഞ്ഞ മണ്ണിൽ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച പടി തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അഥവാ നമ്മുടെ ഈ ചട്ടിയിലൊക്കെ വെച്ചേക്കുന്ന ചെടികളുടെ വേര് ചട്ടിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്നായിരിക്കും അത് വളരുന്നത്. കാരണം ഈ വേരിന് നല്ല രീതിയിൽ വായുസഞ്ചാരം ലഭിക്കുന്നതുകൊണ്ടും പെട്ടെന്ന് വളമൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ടും അത് പെട്ടെന്ന് ഇങ്ങനെ പടരും അതിൻ്റെ ചുറ്റിനും. അപ്പോഴാണ് ചെടികൾ നല്ല രീതിയിൽ വളരുന്നത്. അങ്ങനെ വേരോട്ടം കിട്ടണമെങ്കിൽ നമ്മൾ മണൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. മണ്ണും മണലും ചാണകപ്പൊടിയാണ് എപ്പോഴും പറയുന്നത്. പിന്നെ യാതൊരു വളങ്ങളും ഇടാതെ ചെടികൾ തുടക്കത്തിൽ വെക്കുക. നമ്മൾ അയച്ചു തരുന്ന ചെടികൾ നടുന്ന ചട്ടിക്കകത്ത്, പോട്ടിംഗ് മിക്സിനകത്ത് ഒരു കാരണവശാലും എല്ലുപൊടി, സെറാമീൽ, വേപ്പിൻ പിണ്ണാക്ക് അങ്ങനത്തെ വളങ്ങളൊന്നും വെക്കുമ്പോഴേ ഇടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുതിയ തളിപ്പുകൾ വരും. വേരോട്ടമൊക്കെ ആയിക്കഴിഞ്ഞാൽ പുതിയ തളിപ്പുകൾ വരും. ആ തളിപ്പുകൾ വരുമ്പോഴേക്കും നമ്മൾ ഏതെങ്കിലും ജൈവവളം ഒഴിച്ചു കൊടുത്താൽ മതി. ജൈവവളം എന്ന് പറയുമ്പം സാധാരണഗതിയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചാണകവെള്ളവും കഞ്ഞിവെള്ളവും പുളിപ്പിച്ചിട്ടാണ്. അതിനകത്ത് അല്പം ശർക്കര ഇടും. കാരണം മൈക്രോബ്സിൻ്റെ എണ്ണം കൂടും.
സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടിയിട്ട് നല്ല രീതിയിൽ കൂടും. അപ്പം മണ്ണിന് കൂടുതൽ വളമുള്ളതാക്കി മാറ്റും അത്. അപ്പോൾ അങ്ങനെ സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടുന്നതിന് വേണ്ടി അല്പം ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒപ്പം നമ്മുടെ ശീമക്കൊന്നയില്ലേ, അതിൻ്റെ ഇലയും അതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തൊരു 3-4 ദിവസം കഴിയുമ്പോൾ തൊട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ മീനിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് ഈ മത്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. പക്ഷേ അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മണം ഉണ്ടാകാതിരിക്കാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ജൈവവളങ്ങളാണ് റോസ് നട്ട് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നല്ലത്. റോസ് നട്ട് ഒരാഴ്ച കഴിയാതെ ഒരു വളവും കൊടുക്കരുത്. അത് നല്ല രീതിയിൽ പുതിയ കൂമ്പുകൾ എടുത്തിട്ട് മാത്രമേ പുതിയ വളങ്ങൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഒരു കാരണവശാലും രാസവളങ്ങൾ കൊടുക്കുകയേ ചെയ്യരുത്. പിന്നെ എല്ലാവരും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഓർക്കും ജൈവവളമാണല്ലോ, മണ്ണിനകത്ത് എല്ലാവരും നടുമ്പോഴൊക്കെ ചെയ്യുന്നതാണല്ലോ എന്ന് ഓർക്കും. പക്ഷേ ഈ ജൈവവളമാണേലും മണ്ണിലെ വായുവിൻ്റെ അളവ് കുറയ്ക്കും. മണ്ണിലേക്ക് അത് അലിഞ്ഞു ചേരാനായിട്ട് വായുവിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അലിഞ്ഞു ചേരുമ്പോൾ അത് വായുവിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വായുവിൻ്റെ അളവ് കുറയുകയും ഒപ്പം ചെടികൾക്ക് വേരോട്ടം കിട്ടാതിരിക്കുകയും ചെയ്യും. ചെടികൾ നല്ല രീതിയിൽ വേരൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം, പിടിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് ഏത് വളം വേണേലും ഉപയോഗിക്കുന്നതാണ്. നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഒക്കെ ആയതിന് ശേഷം മാത്രമേ ഉള്ളൂ മറ്റ് വളങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ എല്ലാവരും ചെടികൾ വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ സൂര്യപ്രകാശത്തിലേക്കൊക്കെ ഇറക്കി വെക്കും. അത് കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം DAP ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാരണവശാലും DAP ഇട്ട് കൊടുക്കരുത്. DAP എപ്പോഴും ചെടികൾ നല്ല രീതിയിൽ വളർന്നതിന് ശേഷം കൊടുക്കേണ്ട വളമാണ്. DAP എല്ലാവർക്കും അറിയാം പൂക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് പൂക്കൾ പിടിച്ചു കിട്ടാനാണ് എല്ലാവർക്കും ആഗ്രഹം. എത്ര കഴിഞ്ഞാലാണ് പൂക്കൾ കിട്ടുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ചെടികളെ പൂക്കാനായിട്ട് അനുവദിച്ചാൽ അതിൻ്റെ വളർച്ചയെ ബാധിക്കും. പിന്നെ അത് വളരാനുള്ള സാധ്യത കുറവാണ്. വളരും, പക്ഷേ അതിൻ്റെ വളർച്ചയെ നന്നല്ലാത്ത രീതിയിൽ അത് സ്വാധീനിക്കും. അപ്പോൾ DAP അല്ല ആദ്യം കൊടുക്കേണ്ടത്. ആദ്യം കൊടുക്കേണ്ടത് നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ്. ഈ നമ്മുടെ കഞ്ഞിവെള്ളവും ചാണകവും എല്ലാം കൂടി പുളിപ്പിച്ച വെള്ളത്തിൽ ധാരാളം നൈട്രജൻ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെടിയെ വളരാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും DAP ഒക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നൈട്രജൻ കണ്ടൻ്റ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുക. അതിന് ശേഷം ചെടിയൊക്കെ ഒരു വളർച്ച എത്തിയെന്ന് കണ്ടാൽ മാത്രം പിന്നീട് DAP ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മണൽ, ചാണകപ്പൊടി കൂട്ടി എടുക്കുമ്പോൾ ഫ്രഷായിട്ട് കൂട്ടിയെടുത്ത പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കാതിരിക്കുക. അതിനകത്തൊരല്പം കുമ്മായം കൂടി ചേർത്ത് അത് ഒരു 10-15 ദിവസം ഇട്ടതിന് ശേഷം, അതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ചട്ടികളിൽ നിറയ്ക്കുക. അതിന് ശേഷം നമ്മുടെ ഈ പ്ലാന്റ് ഓൺലൈൻ വാങ്ങിക്കുന്നവർ ഈ റൂട്ട് ബോളോട് കൂടി ആ മണ്ണിലേക്ക് ഇറക്കി വെക്കുക. ഞാൻ വെള്ളത്തിനകത്ത് ഇറക്കി വെച്ചു, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. വെള്ളത്തിനകത്ത് ഇറക്കി വെക്കുന്നതിനല്ല കുഴപ്പം. വെള്ളത്തിനകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് കഴുകി അതിൻ്റെ വേരുകൾ മാത്രമായിട്ട് എടുത്ത് വെക്കുന്നതിനാണ് കുഴപ്പം. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അത് പിടിച്ച് കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ ആ റൂട്ട് ബോൾ നഷ്ടപ്പെടുത്താതെ നമ്മളിവിടുന്ന് ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്തിട്ടാണ് ആ റൂട്ട് ബോൾ അയക്കുന്നത്. അപ്പോൾ മാക്സിമം വെള്ളത്തിനകത്ത് ഇറക്കി വെക്കണം. അത് ഡ്രൈ ആയി പോയെങ്കിൽ മാത്രം ഇറക്കി വെച്ചാൽ മതി. നല്ല നനവോട് കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഇറക്കി വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി അഥവാ ഉണങ്ങിപ്പോയാൽ, എനിക്കിപ്പം കഴിഞ്ഞ ദിവസം ഞാനത് പ്ലാന്റ്സ് അയച്ച് ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ അത് റിട്ടേൺ വന്നൊരു കാര്യമുണ്ടായിരുന്നു. അത് അഡ്രസ്സിലുള്ളവർ കൈപ്പറ്റാതിരുന്നതുകൊണ്ട് റിട്ടേൺ വന്നതാണ്. അപ്പോൾ അത് കൈപ്പറ്റാതിരുന്നതിന് കാരണം എന്നോട് പറഞ്ഞത് അവർക്ക് വീട്ടിൽ നിന്ന് പോയി മേടിക്കാനുള്ള ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഏത് കൊറിയറാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കാറുണ്ട്. ഏത് കൊറിയറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ കൊറിയറിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അത് സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട്, DTDC ഉണ്ട്, സ്പീഡ് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏത് വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ കൊറിയറിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാത്തവർ ഇപ്പം അയച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കൊറിയറുകാർ നമ്മളുമായിട്ട് അങ്ങനെ പിന്നെ കോണ്ടാക്റ്റ് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു, അവരത് തിരിച്ചയച്ചു. അപ്പോൾ എനിക്ക് 6 ദിവസത്തിന് ശേഷമാണ് ആ പ്ലാന്റ് ഇവിടെ എനിക്ക് തിരിച്ച് കിട്ടിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നന്നായിട്ടത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, മണ്ണ് നല്ല ഉറച്ചു പോയി. അപ്പോൾ ഞാനത് വെള്ളത്തിലിറക്കി വെച്ച് മണ്ണ് കുതിർന്നതിന് ശേഷം വീണ്ടും ഇവിടെ എൻ്റെ ചട്ടിയിലത് നട്ട് വെച്ചിട്ട് അതിപ്പം നന്നായിട്ട് തളിരുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ 6 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികൾക്ക് യാതൊരു കംപ്ലൈൻറ്റും വന്നില്ല. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി പോകുന്ന ചെടികളാണെങ്കിൽ, പോട്ടിംഗ് മിക്സ് ഒന്ന് ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ, കിട്ടാൻ താമസിച്ചാൽ പോട്ടിംഗ് മിക്സിൽ വെള്ളം വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർ മാത്രം ഒന്ന് വെള്ളത്തിലിറക്കി വെക്കുക. വെള്ളത്തിലിറക്കി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ അത്രയൊക്കെ മതിയാവും അതൊന്ന് കുതിർന്ന് വരാനായിട്ട്. ആ മണ്ണ് കളയാതെ തന്നെ വേണം പുതിയ പോട്ടിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. മണ്ണ് കളഞ്ഞ് കഴുകിയെടുത്ത് ഒരിക്കലും വെച്ചേക്കരുത്. പിന്നെ ചിലരുണ്ട് നടാനായിട്ട് പറ്റാത്തവർ,
നടാൻ പറ്റിയില്ല, ചട്ടി വാങ്ങിച്ചില്ല, അല്ലെ പോട്ടി മിക്സ് തയ്യാറാക്കിയില്ല, നിറയ്ക്കാൻ പറ്റിയില്ല, കിട്ടിയപ്പോൾ സന്ധ്യയായിപ്പോയി, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചിട്ട് ആ വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം വെച്ചേക്കാനായിട്ട്. കാരണം അത് വെള്ളത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾക്ക് ചീയൽ സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അങ്ങനെ ചീഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റോസ് പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 2-3 ദിവസം ഒന്നും ഒരിക്കലും ഇത് വെള്ളത്തിൽ വെച്ചേക്കരുത്. പിന്നെ ഒരു ഓവർനൈറ്റൊക്കെ ഇരുന്ന് വെച്ച് വലിയ പ്രശ്നം വരാറില്ല, പക്ഷെ മണ്ണ് കുതിർന്ന് അടന്നു പോകും, അങ്ങനെ സംഭവിക്കരുത്. അപ്പോൾ വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ അത്ര പരിചയമുള്ളവർ ചെയ്യുക. അത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ അയക്കുന്ന റൂട്ട് ബോൾ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകരുത്. അത് നഷ്ടപ്പെടാതെ തന്നെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, അവർക്ക് കൈത്തഴക്കം വന്നവരായിരിക്കും, ചെയ്ത് അവർക്ക് എങ്ങനെ വേണേലും ചെടി നടാട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഒത്തിരി വർഷങ്ങളിലായവരൊക്കെ അവരവർക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്തോളുക. തുടക്കക്കാരോടാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് ശ്രദ്ധിക്കുക. ഒപ്പം നമുക്ക് പ്ലാന്റ് ഓൺലൈനിൽ മേടിക്കുമ്പോൾ ഉള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എല്ലായ്പ്പോഴും പെസ്റ്റിസൈഡ്, അത് എന്തായാലും മഴക്കാലത്ത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു കാരണവശാലും പെസ്റ്റിസൈഡ് അടിക്കുന്നത് ഒഴിവാക്കരുത്. നമ്മളെപ്പോഴും ഒന്നില്ല, നിങ്ങൾക്ക് എക്സോഡസ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ വേപ്പെണ്ണ, ഒപ്പം മറ്റേ സോഡാപ്പൊടിയും അല്പം നമ്മുടെ സോപ്പിൻ്റെ ലിക്വിഡും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ വെയിലത്ത് സ്പ്രേ ചെയ്യാതിരിക്കുക. നമുക്ക് എപ്പോഴും ഇലകളിലെ വെള്ളം വറ്റിയതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്യുക. അപ്പോൾ അങ്ങനെ കൊടുത്താലും അത്യാവശ്യം കീടങ്ങളോട് പ്രതിരോധമൊക്കെ കിട്ടും. പക്ഷേ മാക്സിമം എക്സോഡസ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, എക്സോഡസാണ് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. റോസ് ചെടികൾ വളർത്തുമ്പോൾ നല്ല രീതിയിൽ കെയർ കൊടുത്താൽ നല്ല രീതിയിൽ ചെടികൾ പിടിച്ച് കിട്ടും. ഈ വളരുന്നില്ല എന്ന് പറയുന്നവരെല്ലാം പോട്ടി മിക്സിലെ പ്രശ്നങ്ങളാവാനാണ് കൂടുതൽ സാധ്യത. നല്ല രീതിയിൽ വായുസഞ്ചാരം വേണം കേട്ടോ. വായുസഞ്ചാരം ഉണ്ടെങ്കിൽ മാത്രമേ വേരുകൾ ഓടത്തുള്ളൂ. വേരുകൾ നല്ല രീതിയിലാണെങ്കിൽ, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ കീടശല്യം കുറയും. ഒപ്പം തന്നെ ചെടികൾ പൂക്കാനായിട്ട് പ്രത്യേകിച്ച് വളമൊന്നും ഇടേണ്ട ആവശ്യം പോലും വരില്ല. നോർമലി ആരോഗ്യമുള്ളൊരു ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. അതിന് യാതൊരു കുഴപ്പമില്ലാതെ, അത് മടി കൂടാതെ നമുക്ക് ധാരാളം പൂക്കൾ തരും. നമ്മൾ നല്ല രീതിയിൽ അതിനെ നോക്കിയാൽ മതി. പോട്ടി മിക്സിന് മണൽ ചേർക്കുക. അപ്പോൾ മണൽ ഇനി കുറവായിട്ടുള്ളവർ, ഇനി ഉമ്മി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഉമ്മി ചേർക്കാം. മണൽ കുറവാണെങ്കിൽ ഉമ്മി നന്നായിട്ട് കരിച്ചെടുത്തിട്ട്, ഉമ്മിക്കരിയുടെ പരുവത്തിൽ കേട്ടോ, കരിഞ്ഞ് പൊടിഞ്ഞു പോകരുത്, ആ ഒരു നല്ല രീതിയിൽ കരിയായിട്ട് എടുത്തിട്ട് പോട്ടി മിക്സിൽ ചേർത്ത് കൊടുത്താൽ റോസയ്ക്ക് ഈ കരി ഇഷ്ടമാണ്, അത് നല്ല രീതിയിൽ വളർന്നോളും. റോസയ്ക്ക് കരി കലർന്ന മണ്ണൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഉമ്മി നല്ല രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും. നല്ല രീതിയിൽ വേരോട്ടം കിട്ടുകയും ചെയ്യും. ഒപ്പം നല്ല രീതിയിൽ റോസിന് വളരാനുള്ളൊരു അനുകൂലമായ ഘടകം അവിടെ ഉണ്ട് താനും. അപ്പോൾ റോസ് നടുന്നവർ അങ്ങനെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, വിങ്കയുടെ സീഡ്സ്, ഹാങ്ങിങ് വിങ്കയുടെ സീഡ്സ് ഞാൻ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഓഫറിൽ ആർക്കൊക്കെയാണ് ഹാങ്ങിങ് വിങ്ക സീഡ്സ് കിട്ടുന്നതെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം. അത് കഴിഞ്ഞ മാസമാണ് ഞാൻ ഇട്ടത്, 1 മാസം കഴിഞ്ഞു. അപ്പോൾ ആ മാസം തൊട്ടാണ് കൊടുക്കുകയെന്ന് പറഞ്ഞേക്കുന്നത്. എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മൾ ഹാങ്ങിങ് വിങ്ക സീഡ്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പം പേരുള്ളവർ എന്നെ നമ്മുടെ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്